അതിനായി നമ്മളിവിടെ Alightmotion ആപ്പ് ഓപ്പൺ ചെയ്യണം. Alightmotion ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫുൾ സ്ക്രീൻ സൈസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ സോങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോ സോങ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഭാഗം ഏതാണോ അത് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ ടച്ച് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്താൽ ഫിൽ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഫിൽ സ്ക്രീനിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വീഡിയോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ബ്ലാക്ക് പോർഷൻ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ ഫില്ല് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്യുന്നു. മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്താൽ നിങ്ങളിപ്പോൾ ചെയ്ത് വെച്ച ലെയർ ഒന്ന് ചെറുതാക്കി എടുക്കാം. അതിൽ ഫിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഫിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് ചെറുതായിട്ട് കാണാം. ഇനി വീഡിയോയുടെ ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് എഫക്റ്റ് കൊടുക്കുന്നു. അതിൽ 3Dയിൽ ഫ്ലിപ്പ് ലെയർ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ആ ഫ്ലിപ്പ് ലെയർ എന്ന ഓപ്ഷൻ എടുക്കുന്നു നമ്മൾ. എന്നിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ബ്ലാക്ക് പോർഷനൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കളർ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് എഫക്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. ആഡ് എഫക്റ്റ് കൊടുക്കുന്നു. അതിലേക്ക് ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒതർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ഈ RGB എന്ന ഒരു ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നമ്മൾ B എന്നുള്ള 3ാമത്തെ ഭാഗത്തിൽ G ആക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മറ്റേ വീഡിയോയിലും ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കളർ എഫക്റ്റ് മറ്റേ വീഡിയോയിലും കിട്ടുന്നത് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇമേജ് എടുത്ത് അതൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇമേജിലും ആ ഒരു കളർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഇമേജിലും കളർ എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. 3ാമത്തെ ഇമേജ് എടുക്കുന്നു, മൂവ് ചെയ്യുന്നു, താഴേക്ക് മൂവ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൽ കളർ എഫക്റ്റ് ആഡ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഇമേജ് ടച്ച് ചെയ്യുന്നു, കോപ്പി എഫക്റ്റ് കൊടുക്കുന്നു. നമ്മുടെ ഇമേജിൽ ചെന്ന് അത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ 3ാമത്തെ ഇമേജിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ബ്രഷ് എഫക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രഷ് എഫക്റ്റ് വീഡിയോ എടുക്കുന്നു. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വീഡിയോ ഇങ്ങനെ ആയിരിക്കും കിട്ടുക, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ ആ ബ്ലാക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആഡ് എഫക്റ്റ് കൊടുക്കുന്നു. എഫക്റ്റ് നമ്മൾ ആഡ് ആക്കുന്നു. അതിൽ നമ്മൾ കുറച്ച് മൂവ് ചെയ്താൽ മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. മാസ്ക് എന്നൊരു ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നമ്മൾ ക്രോം കീ എന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഒരു ഗ്രീൻ കളറായിരിക്കും, അത് ബ്ലാക്ക് കളറാക്കുക. അപ്പോൾ ആ ബ്ലാക്ക് നമുക്ക് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയുടെ അതിനനുസരിച്ച് നമ്മൾ സൈസൊക്കെ ഒന്ന് കുറച്ചൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അത് മുകളിലെ ഇമേജിലേക്കും ഒന്ന് നീക്കി വെച്ച് കൊടുക്കുക. പിന്നെ അത് ഒന്നും കൂടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴത്തെ ഇമേജിലേക്കും അതൊന്ന് മൂവ് ചെയ്ത് താഴത്തെ ഇമേജിലേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രഷിൻ്റെ സൈഡിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ടിക്ക് വരും. എന്നിട്ട് അത് നമ്മുടെ ഇമേജിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ കാണുന്ന ആ ഗ്രീൻ കളറിൽ നടുക്കിലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാവും. അതുപോലെ നമ്മൾ നമ്മുടെ 2 ലെയറിനും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഗ്രൂപ്പാക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നു. ആ ബ്രഷ് എഫക്റ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ വീഡിയോസും ഫോട്ടോസും നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ താഴെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോയുടെ കപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. അത് കുറച്ചാൽ ഒന്ന് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് എനിവേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം.